ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നതേ നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും നോമ്പെടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് റംസാൻ്റെ നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഉണ്ണികൾ ഉണ്ടായതും അവർക്ക് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും സിയാനും ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അവന് കുഴപ്പമില്ല. കാരണം അവനിപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന പ്രായമാണല്ലോ. അവനിപ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെ പാലൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോമ്പെടുക്കാം. പിന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, പണ്ടൊക്കെ നോമ്പെടുത്ത് കഴിയുമ്പോൾ ഒരു പകുതിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ദാഹമൊക്കെ വരുന്നത് അറിയണം തന്നെ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് തന്നെ നല്ല ദാഹവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ചൂടാണല്ലോ. നോമ്പെടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ പരമാവധി നൈറ്റിലൊക്കെ നല്ലോണം വെള്ളം കുടിക്കാൻ നോക്കുക, എന്നിട്ട് നോമ്പെടുക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടും. അങ്ങനെ ചെയ്യാൻ നോക്കുക പരമാവധി. ഞാൻ നോമ്പായിട്ട് ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണ്ട, ഇന്ന് ഇങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും റംസാൻ സ്പെഷ്യൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ ഒന്നല്ല, എന്തായാലും ഞാനും ഇക്കു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമല്ല നോമ്പുള്ളൂ. അപ്പോൾ ഇക്കു എന്തായാലും ജോലിക്ക് പോകും. ഇക്കു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവിടെ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ നോമ്പ് തുറക്കാം. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോമ്പെടുത്തിട്ട് ഇവരെ നോക്കലും പിന്നെ അവർ അംഗനവാടിയിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വിലയിരിക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എത്തണ്ടേ എന്നുള്ള ടെൻഷനുണ്ട് എനിക്കിപ്പോൾ. അവരിപ്പോൾ അംഗനവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടേ എന്നുള്ള ഇതിലിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി വരുമ്പോഴേക്കും എന്തായാലും ഞാനൊരു ഇതാവും. പിന്നെ ചോറും പിന്നെ വേറെ എന്തെങ്കിലും ഫുഡും പിന്നെ സ്നാക്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പെടും. പിന്നെ വെച്ചാൽ ഇതിന് മാത്രം ഉണ്ടാക്കിയിട്ട് തിന്നാനൊന്നും എന്നെക്കൊണ്ട് പറ്റൂലല്ലോ. ഞാൻ വിചാരിക്കുക എന്താ വെച്ചാൽ ഇക്കു അവിടെ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഇക്കുവിൻ്റെ വീടുണ്ട് അവിടേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. ചോറും കറിയും മാത്രമേ രാത്രിക്ക് അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ അത്രയ്ക്ക് ടയേർഡാവില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. ഇക്കുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ രണ്ടാളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് നോമ്പല്ലേ അപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാം അങ്ങനെയുള്ളൊരു മൈൻഡിലേക്ക് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 10:45 ഇപ്പോൾ കറണ്ട് പോയി. ഇവിടെ എല്ലാവർക്കും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്ക് മെസ്സേജ് വരില്ല. കാരണം ഞാൻ അവിടെ റെൻറ്റിനാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫോൺ നമ്പറൊന്നും അവർക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് മെസ്സേജ് ഒന്നുമില്ല. ഇവിടെയുള്ള അടുത്തുള്ളവർക്കൊക്കെ വരും. പക്ഷെ ആരും അങ്ങോട്ടും പറയുന്നില്ല. അപ്പോൾ 10:45 ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫോണ് ചത്തു. എന്നുവെച്ചാൽ ഞാൻ സാധാരണ ഫോണ് രാത്രിയൊക്കെ നൈറ്റിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% താഴെയൊക്കെ ഉണ്ടാവുള്ളൂ ചാർജ്. പിന്നെ ഞാൻ നൈറ്റിലൊന്നും അങ്ങനെ കുത്തിക്കാറില്ല, എനിക്ക് പേടിയാണ്ട. അപ്പോൾ രാവിലെ കുത്തി വെക്കുള്ളൂ. രാവിലെ ചാർജിനിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഫോൺ ചാർജ് ആകും. അപ്പോൾ ഇത്തിരിയൊക്കെ ഫോണിൽ നോക്കാം, അങ്ങനെയുള്ള ഇതിലേ ഇടുള്ളൂ. പക്ഷെ ഞാൻ രാവിലെ ചാർജ് ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ഇട്ടില്ല. ഇവർ അംഗനവാടിയിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. ഇവർ അംഗനവാടിയിലൊക്കെ പോയി ഞാൻ അലക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കറണ്ട് പോയി. 10:45 ഇപ്പോൾ കറണ്ട് പോയി. പിന്നെ വന്നത് എന്താ 6:30 ഒക്കെ ആവാറായ ടൈമിലുണ്ട്. അപ്പോൾ പിന്നെ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വൈഫൈ ഇല്ലല്ലോ നമുക്ക്. പിന്നെ ഫോണിൽ ചാർജ് ഇല്ല, അത് മെയിനായിട്ടുള്ള കാര്യം. ഓഫായിരിക്കുമായിരുന്നു ഫോണ്. പിന്നെ വെള്ളമില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വൃത്തിയായിട്ട ദിവസമായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്നലെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാൻ എന്തായാലും. പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വിചാരിച്ചത് ഇന്ന് ചെയ്യണ്ട, ഫസ്റ്റ് നോമ്പല്ല, എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ. നല്ല ക്ഷീണം ഉണ്ടല്ലോ എൻ്റെ മുഖത്ത്. എങ്ങനെ അവിടെ വരെ എത്തിക്കുന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും എത്തിക്കാൻ ശ്രമിക്കുന്നവള്. നീ എൻ്റെ ടെൻഷൻ വേറെ ഒന്നുമല്ല. ഈ 3 മണിയാവുന്ന ടൈമിൽ ഇനി അവനെ എടുത്തിട്ട് ഞാൻ അവിടെ വരെ നടക്കണ്ടേ. ഭയങ്കര വെയിലാണേ. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നോമ്പൊക്കെ ആയിട്ട് നല്ലോണം നൈറ്റിലൊക്കെ നല്ലോണം വെള്ളം കുടിച്ചതിന് ശേഷം നോമ്പെടുക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ 3 മണി ടൈമിൽ ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അത്താഴത്തിന് എണീക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു 2:30-3 മണിയൊക്കെ ആവണ ടൈമായപ്പോഴേക്കും സിയാൻ എഴുന്നേറ്റ് ഭയങ്കര വാശി ചെയ്യുന്നു. അപ്പോൾ അവന് ഇങ്ങനെ ഫീഡ് ചെയ്ത് ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടത്തി. ഞാനും അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഉറങ്ങി. അലാറം ബെല്ലടിച്ചൊന്നും ഞാൻ കേട്ടില്ല. പിന്നെ ഞാൻ ഇരിക്കണത് ഒരു 4:30 ടൈമിലായിട്ട്. അപ്പോൾ ഞാൻ ഇക്കുനെ കുറേ വിളിച്ചു. എനിക്ക് നമുക്ക് ചായ ഞാൻ വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഒന്ന് വേഗം ബാങ്ക് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ടൈമൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല,
5:30 5:20 ആയിരുന്നു ബാങ്ക്. അപ്പം ഞാൻ പറഞ്ഞു വേഗം ഉണ്ടാക്കി തരാം, വേഗം കുടിച്ചോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേഗം എണീപ്പിച്ച് അത്താഴെന്നൊന്നും പറയാനില്ല, ചായ കുടിച്ചു. ചായ കുടിച്ചാൽ തന്നെ ഇത്തിരി സമാധാനമാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ നമുക്ക് ദിവസം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന എടുക്കുന്നു. അങ്ങനെ നോമ്പെടുത്താലും ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇങ്ങനെ ചുമക്കെ വരുന്ന സമയത്ത് ചൂടുള്ളൊക്കെ കുടിക്കുമ്പോൾ ഇത്തിരി ആശ്വാസം കിട്ടണം. അപ്പോൾ നമുക്ക് നോമ്പെടുത്ത് കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ലല്ലോ. പിന്നെ കഫ് സിറപ്പ് ഉണ്ട്, പക്ഷെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചുമ ഭയങ്കരമായിട്ടുണ്ട്, അത് മാറുന്നില്ല. എന്തായാലും അപ്പം അങ്ങനെ അതൊക്കെ തന്നെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ അഥവാ ഞാൻ ഇനി വീഡിയോ എന്തെങ്കിലും റംസാൻ സ്പെഷ്യലൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം, അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടുന്നില്ലേ. ഞാൻ ഷോർട്സൊക്കെ ഇടാറുണ്ട് ഇടയ്ക്കൊക്കെ, അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ടില്ല.